ലക്ഷ്മി വളരെ വിഷമത്തോടെയാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ അടക്കം ഒരു വലിയ വിഭാഗം വിചാരിച്ചിരുന്നത് സ്ത്രീകൾ അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ മാറ്റമുണ്ടാകും. AMMA എന്നുള്ള സംഘടനയുടെ വിളി അമ്മ എന്ന് മാധ്യമങ്ങൾ തിരിച്ചു നൽകി. എല്ലാവരും വളരെ ശുഭപ്രതീക്ഷയിലായിരുന്നു. സ്ത്രീകൾക്ക് ഇനി നീതി കിട്ടും, നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കും, നല്ല പോലെ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇതിൻ്റെ മൊത്തം ഒരു ആമുഖമായിട്ട് ഈ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ എനിക്ക് സമയം വേണം. ആ സമയമാകുമ്പോൾ അതിന് അക്കമിട്ട് അവിടെ നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. അതിനുള്ള സമയമാണോ ഇത്? ഒന്നാമത്തെ കാര്യം, ശ്വേതയും കുക്കുവും അവിടെ സ്ഥാനത്തിലേക്ക് വരുമ്പോൾ ജനറൽ സെക്രട്ടറിക്ക് അധികാരം വലുതാണ്. അവിടെ വലിയ പവേഴ്സ് ഉള്ള ഒരു ഇതാണ്. പ്രസിഡന്റിനെ കാട്ടി കൂടുതൽ ഒരു പടി മുന്നിൽ ജനറൽ സെക്രട്ടറിയുടെ പവേഴ്സ് നിൽക്കും ആസ് പെർ ബൈലോ. ഇപ്പോൾ മറ്റവരൊക്കെ അവിടെ ഗൗരവമായി തന്നെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇന്നസെൻ്റ് ചേട്ടനും ലാൽ സാറും ഒക്കെ തിരക്കുള്ളവരായതുകൊണ്ട് ബാബുചേട്ടനാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ജനറൽ സെക്രട്ടറി ആദ്യം തന്നെ ഒരു മെമ്മറി കാർഡിൻ്റെ ഒരു അന്വേഷണം നേരിട്ടുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു മെല്ലെപ്പോക്ക്, ഒരു മടി അവരുടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ വാളെടുത്തവന്മാരെല്ലാം വെളിച്ചപ്പാടെന്നുള്ള പോലെ അവിടെ ഒരു പവർ സെൻട്രിക്കായിട്ട് ഒരുപാട് വലിയ കലഹങ്ങളുണ്ടായി. അവിടെ ലക്ഷ്മിപ്രിയയ്ക്ക് വലിയ ഒരു അധികാരമുണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയയാണ് ഈ മെമ്മറി കാർഡിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന ഒരാൾ. അങ്ങനെ പല തരത്തിലുള്ള ഗ്രൂപ്പുകൾ ആദ്യം തന്നെ അവിടെ ഫോം ചെയ്തു. പക്ഷെ ആ സമയത്ത് ശ്വേതയും കുക്കും വലിയ സൗഹൃദത്തിലായിരുന്നു. അവർ വലിയ രീതിയിൽ നല്ല ബന്ധത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എവിടെയാണ് കാര്യങ്ങൾ പിഴച്ചതെന്ന് പറഞ്ഞാൽ, ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഉണ്ണി ശിവപാലിൻ്റെ ഇടപെടൽ, കുക്കുവിന് പുറത്തുള്ള ഒരു അധികാരം, ഉണ്ണി ശിവപാലിൻ്റെ ചില പ്രത്യേകതകൾ, സ്വഭാവത്തിലെ പ്രത്യേകതകൾ, ചില ഒറ്റപ്പെടലൊക്കെ ഉള്ള ഒരാളാണെന്ന് കുക്കു കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഉണ്ണി ശിവപാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അപ്പുറത്തെ വശത്തെ കോക്കസ് കുറച്ചും കൂടി ഗൗരവമായി ഉണ്ണി ശിവപാലിൻ്റെ ശരിക്കും ശ്വേതയും കുക്കുവിനെയും തമ്മിൽ അകറ്റി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മെമ്മറി കാർഡിൻ്റെ വിഷയം പുറത്തു വന്നു കഴിയുമ്പോഴാണ് കുടുംബ സംഗമത്തിൻ്റെ ചർച്ച വരുന്നത്. അവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു സ്പോൺസർഷിപ്പിനെ കുറിച്ച് ഒരു ചർച്ച വന്നു. അപ്പോൾ എന്താണ് ശ്വേത എന്ന് പറഞ്ഞാൽ, ശ്വേത കുറച്ചുകൂടെ പ്രോഗ്രസീവാണ്, സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനെക്കാട്ടി ഗംഭീരമായി കാര്യങ്ങൾ ചെയ്യണം എന്ന് ശ്വേത ആഗ്രഹിക്കുകയും വളരെ ഫാസ്റ്റായിട്ട് എവിടെ നിന്നൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടും, ഇന്ത്യ ഫസ്റ്റ് എന്ന് പറഞ്ഞ ചാനലിന് 1 കോടി രൂപയും പിന്നെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ശ്വേത പറയുന്നിടത്തുനിന്ന് 75 ലക്ഷം രൂപയും ശ്വേത കൊണ്ടുവന്നു. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ സ്പോൺസർഷിപ്പിൻ്റെ കാര്യം വന്നപ്പോൾ അൻസിബ ഹസൻ അത് വളരെ ശക്തമായി എതിർത്തു. അതിൻ്റെ കൂടെ കുക്കു മൗനത്തിൽ എതിർത്തു, നീന കുറുപ്പ് എതിർത്തു. അങ്ങനെ ഈ 3 പേരും ഒരു കോക്കസായി മാറി. അതിൻ്റെ കൂടെ ഉണ്ണി ശിവപാലും ഒരു കോക്കസായി മാറി. അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തവർ വേറൊരു വശത്തായി. എന്നാൽ ജോയ് മാത്യു, റോണി, ആശ അരവിന്ദ് തുടങ്ങിയവർ കുറച്ച് നിഷ്പക്ഷരായി അല്ലാതെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലക്ഷ്മിപ്രിയ, ടിനി ടോം, സിജോയ് വർഗീസ്, കൈലാസ് തുടങ്ങി സരയു തുടങ്ങിയവർ ഒരു ഗ്രൂപ്പ്, കുക്കുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ്, അല്ലാത്തൊരു ഗ്രൂപ്പ്, ഇങ്ങനെ ഒരു 3-4 ഗ്രൂപ്പായിട്ട് അത് പിരിയുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ റിഫ്റ്റ് വളരെയധികം ഈ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഒരു വശത്ത് ടിനി ടോമിൻ്റെ നേതൃത്വത്തിലും വേറൊരു വശത്ത് ഉണ്ണി ശിവപാലിൻ്റെ നേതൃത്വത്തിലും ഈ പ്രസിഡന്റിനെയും സെക്രട്ടറിയും തമ്മിലുള്ള റിഫ്റ്റ് ഭയങ്കരമായിട്ട് വലുതാക്കി. അപ്പോൾ ഈ സ്പോൺസർഷിപ്പ് ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ കുക്കുവും എങ്ങനെയെങ്കിലും നടപ്പിലാക്കാൻ വേണ്ടി ശ്വേതയും ശ്രമിച്ച സമയത്ത് ശ്വേത അറിയാതെ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാൻ തുടങ്ങി. ഇത് വലിയ തരം വഴക്കുകളിലേക്ക് പോവുകയും കുടുംബ സംഗമമായപ്പോഴേക്കും അവിടെ നടന്ന പല ചർച്ചകളും, ഒന്ന് ഫിനാൻഷ്യലായിട്ടുള്ള ഒരുപാട് കമ്മീഷൻ ഒഫീഷ്യലാക്കാൻ ശ്രമിച്ചത്, പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ ഒരു ഗ്രൂപ്പ് പറഞ്ഞ് ഈ കാര്യം നിങ്ങളറിയാതെ നടന്നാൽ മറ്റേ കാര്യം ഞങ്ങളറിയാതെ നടക്കും. ഈ കുടുംബസംഗമം എന്താണെന്നറിയോ ആദ്യം തന്നെ വന്നത്? കുടുംബസംഗമം ഉണ്ടാക്കപ്പെട്ടത് അമ്മയിൽ. ഇതിനു മുമ്പ് ഇടവേള ബാബുചേട്ടൻ്റെയൊക്കെ കാലത്ത് ചാനൽ പറയുന്ന ആൾക്കാരെ മാത്രമേ അവിടെ പെർഫോം ചെയ്യാൻ വിളിക്കാൻ പാടുള്ളായിരുന്നു. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ കുടുംബസംഗമത്തിന് ജോബി പറഞ്ഞത് എനിക്ക് ഓർമ്മയാണ്. ഇത്രയും വർഷം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് അമ്മയുടെ സ്റ്റേജിൽ കയറുന്നത്. ജോബി എത്രയോ വർഷമായിട്ട് എല്ലാവരും സ്റ്റേജിൽ കണ്ടിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷേ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സ്റ്റാറാണ് ജോബി. പക്ഷേ ജോബി ആദ്യമായിട്ട് ഒരു കുടുംബസംഗമത്തിന് കയറുന്നത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ കുടുംബസംഗമം. അവിടെയും പക്ഷെ കളറാക്കാൻ വേണ്ടി സ്റ്റാർസിനെ വിളിക്കാൻ തുടങ്ങി.
ഫോർ എക്സാമ്പിൾ ആ ആൾക്കാർക്കൊക്കെ ഈ വിഷയം അറിയുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഈസിയിലേക്ക് സ്റ്റീഫൻ ദേവസിയുടെ പ്രോഗ്രാം വന്നു. ഈസി അങ്ങനെ ഇങ്ങനെയുള്ള പ്രശസ്തരെ വിളിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ആൾക്കാർ ചെയ്താൽ മതി എന്ന് അൻസിബ ഹസൻ അവിടെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ പിന്നീട് പ്രോഗ്രാം സമയത്താണ് ഈസിയുടെ സാങ്ഷൻ എടുക്കാതെ 13.5 ലക്ഷം രൂപയ്ക്ക് ആ പ്രോഗ്രാം വെക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, സ്റ്റീഫൻ ദേവസി ഇതൊക്കെ അറിയണം എന്ന് ഒരു നിർബന്ധവുമില്ല. അദ്ദേഹം അറിയാതെ 13.5 ലക്ഷം രൂപ, ഈ പൈസ ധൂർത്താണ് എന്ന് വാദിക്കുന്ന ഒരു വലിയ വിഭാഗം. അപ്പോൾ അത് കളറാക്കാൻ വേണ്ടി ടീം ടോമും അങ്ങനെ അവർ ചെയ്യുന്നു. ഇപ്പോൾ ഇവർ എതിർക്കുന്നു. അങ്ങനെ ഈ റിഫ്റ്റ് വലുതാവുന്നു. അപ്പോൾ ഓരോരുത്തർ ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാംസ് വലുതാണ് എന്ന് കാണിക്കാൻ വേണ്ടി വലിയ ഒരു പിടിവലിയിലേക്ക് പോവുകയും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാകുകയും പ്രോഗ്രാമിൻ്റെ തലേനടി പിറ്റേനടി നമ്മളെല്ലാവരും ലക്ഷ്മിപ്രിയയുടെ വോയിസ് നോട്ട് ആദ്യം കേട്ടതാണ്. അങ്ങനെ ആ വോയിസ് നോട്ടിലൂടെയാണ് നീന കുറുപ്പിനെ ചീത്ത വിളിക്കുന്ന ആ വോയിസ് നോട്ടിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ പ്രശ്നങ്ങൾ അറിയുന്നത്, മെമ്പേഴ്സ് അടക്കം കേട്ടോ. നമുക്ക് ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് അവിടുത്തെ വിവരങ്ങൾ അറിയുന്നത്. ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ പോലും അമ്മയിൽ ഒരു മെമ്പർക്കും ഇതുവരെ കിട്ടിയില്ല എന്ന് ഞാൻ ആണായിട്ട് പറയാം. എല്ലാ കാര്യങ്ങളും 7 മണിക്കൂർ ചർച്ച നടന്നാലും 8 മണിക്കൂർ ചർച്ച കിട്ടിയാലും നിമിഷ നേരം കൊണ്ട് ഒരു യൂട്യൂബർ അറിയും. ബാക്കി എല്ലാ മാധ്യമങ്ങളെയും നോക്കുകുത്തിക്കൊണ്ടായ ഇദ്ദേഹത്തിന് മാത്രം കൊടുക്കുന്നത് ആരാണ് എന്ന് എത്രയോ വർഷമായിട്ട് മെമ്പേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുക. ഉത്തരവില്ല. അവർക്ക് കൊടുക്കുന്നത് ഒഫീഷ്യൽ, അത് ലീക്ക്, അത് പ്രശ്നം, അത് സംസാരിക്കാൻ പാടില്ല, അത് കുഴപ്പമില്ല, അതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല. എന്നാൽ ആരെങ്കിലും മെമ്പേഴ്സ് തമ്മിൽ സംസാരിച്ചാൽ അത് പ്രശ്നം. അൻസിബയ്ക്ക് ആദ്യം തന്നെ വിലക്ക്. അൻസിബ കഴിഞ്ഞ വർഷം സഞ്ജീവിന് ചാർജ് ഉണ്ടായിരുന്ന ഒരാളാണ് മരുന്ന് കൊടുക്കുന്നത്. മുഴുവൻ സീനിയർ മെമ്പേഴ്സിനും അൻസിബയ്ക്ക് സ്വന്തം മോളെ പോലെയായിരുന്നു. ഓരോ പ്രാവശ്യവും 4-5 പ്രാവശ്യം ഒരു പനിയാണെന്ന് പറഞ്ഞാൽ ആ കുട്ടി വിളിക്കും, എന്താണെന്ന് ചോദിക്കും, കമ്പാഷനറ്റ് ആയിട്ട് ഇടപെടും. അൻസിബയ്ക്ക് ഉണ്ട ഒരു പവർ, ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് അൻസിബ വന്നപ്പോൾ അത് പലരിലും ഒരു ടെൻഷൻ ഉണ്ടാക്കി. ആദ്യം തന്നെ സഞ്ജീവിനിയുടെ ചാർജ് മാറ്റിയ ആൾ കുഴപ്പമില്ല, ഡോക്ടർ റോണിയാണ്, കിഡിലുമാണ്, ഡോക്ടർ റോണി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അൻസിബയ്ക്ക് ഇത് പേഴ്സണലി വിഷമമുണ്ടായി. അപ്പോൾ അൻസിബയുടെ എല്ലാ എതിർപ്പും ഇതിനൊക്കെ കാരണമാണെന്ന് ഒരു ചാപ്പ കുത്തിക്കൊണ്ട് അൻസിബ എടുക്കുന്ന ഒഫീഷ്യലായിട്ട് കമ്മീഷൻ വാങ്ങിക്കുന്ന എതിർത്തു. അത് കഴിഞ്ഞ് ഈ സ്റ്റീഫൻ ദേവസിയുടെ ചർച്ച എതിർത്തു, AV കൊണ്ടുവരുന്ന കാര്യം എതിർത്തു. അത് നമ്മളുടെ മെമ്പേഴ്സിൻ്റെ ആൾക്കാർക്കല്ല ഈ പൈസ പോകേണ്ടത്, എല്ലാ മെമ്പേഴ്സും ഒരുപോലെയാണ്, മെമ്പേഴ്സിൻ്റെ ബന്ധുക്കൾക്ക് പൈസ കൊടുക്കാൻ പാടില്ല എന്ന് അൻസിബ എതിർത്തു. അൻസിബയുടെ കൂടെ കുക്കു മൗനമായിട്ടും കുക്കു കുറച്ച് തിരുക്കിയിട്ട് നീനയും അങ്ങനെ എതിർത്ത് ഇവരൊരു ഗ്രൂപ്പായി മാറി. കുക്കു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മിണ്ടാതിരുന്നകളെ. അപ്പോൾ അങ്ങനെ ഈ ഗ്രൂപ്പ് വഴക്ക് കൂടിക്കൂടി ഈ എതിർപ്പിൻ്റെ എല്ലാം ഈസിയിൽ പെർമിഷൻ എടുക്കാതെ ഈ പ്രോഗ്രാമുകളെല്ലാം അവിടെ നടന്നു. ഈസിയിൽ പെർമിഷൻ എടുക്കാതെ ആരാണ് ഈ പ്രോഗ്രാം അനുവദിച്ചതെന്ന് ഇന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഈ ഗ്രൂപ്പിലെ വലിയ വഴക്കിൻ്റെ അവസാനമാണ് നമ്മൾ കേട്ട ആ വൃത്തികെട്ട ഒരു ഫോൺ സംഭാഷണം. അതിന് ഞങ്ങൾ അടക്കം ഒരുപാട് ആൾക്കാർ മെയിൽ അയച്ചിരുന്നു, ഇങ്ങനെ ഒന്നും പാടില്ല, ഇതിനൊരു നടപടി വേണം. ഇതുവരെ ഇന്നേ നാൾ വരെ അവിടെ ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി വെച്ചു എന്നല്ലാതെ ഒരു നടപടിയും ആ പെൺകുട്ടിക്കെതിരെ ഉണ്ടായില്ല. ഒരു മാറ്റി നിർത്തേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. എന്ന് വെച്ചാൽ അത് ഒരു അപ്പോൾ ഇത് ഉള്ളിൽ കോംപ്രമൈസ് തീർക്കാൻ എല്ലാവരെയും സ്നേഹമായിട്ട് വിളിച്ചിരുത്തി പോട്ടെ പിള്ളേരെ ഇത് എന്താ എന്ന് ചോദിക്കാൻ വേണ്ടി അവിടെ സീനിയേഴ്സായിട്ടോ പരസ്പര ബഹുമാനമുള്ള ഒരു കമ്മിറ്റി മെമ്പർ പോലും അവിടെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 2 പേരുടെയും പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയും തർക്കം വലിയ രീതിയിൽ വിവാദമാക്കി വലിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട് ഈ സമയത്താണ് അതുല്യെ പോയി. അവിടെ ഒരു പെൺകുട്ടിയുള്ളത്, അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി എടുത്ത് കുക്കു പറഞ്ഞു, ഇവിടെ നടക്കുന്ന പ്രശ്നമൊന്നും പ്രസിഡൻറ്റിനെ അറിയിക്കരുത് കേട്ടോ എന്ന്. കാരണം ഉണ്ണി ശിവപാലുണ്ടല്ലോ, ഉണ്ണി ശിവപാൽ പോകത്തില്ല, ഓഫീസിൽ തന്നെ 5:30, 6:30, 7:30, 8:30, 9:00 പിന്നെ അങ്ങ് ഇരിക്കുക. എന്നാൽ ആ സമയത്ത് ഈ പെൺകുച്ചിയുടെ അടുത്ത് വീട്ടിൽ പോകുവച്ചേ, ഞാൻ പൂട്ടിക്കൊണ്ട് വന്നോളാം, ഒരു പെൺകുട്ടിയല്ലേ, അങ്ങനെ പറഞ്ഞു വിടത്തില്ല. പുള്ളിക്ക് എന്തൊക്കെയോ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി അങ്ങ് ഇരിക്കുമോ, അവിടെ അങ്ങ് ഇരിക്കും. അപ്പോൾ ഈ കൊച്ചിന് വലിയ ഒരു പ്രയാസം. അപ്പോൾ അത് പരാതി പ്രസിഡൻറ്റിനോട് പറഞ്ഞത് വലിയ വിവാദമായി. ആരോടും ചോദിക്കാതെ കുക്കു ഇതിനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്തു. അത് വലിയ ഈഗോ ക്ലാഷിലോട്ട് പോയി ഇതിനെ തിരിച്ച് ജോലിക്കെടുത്തു. പറയാൻ കൊള്ളൂ ഇതൊക്കെ, എനിക്കറിയാം. കൊച്ചു പിള്ളേർ ഓർഗനൈസ് ചെയ്ത പോലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.